അനിൽ വിളയിൽ നോക്കൂ, രണ്ടു തരം സൗകര്യമില്ലായ്മയാണ് ഇപ്പോൾ സന്നിധാനത്ത്. ശബരിമലയിൽ സൗകര്യമില്ല, സർക്കാരിനും ദേവസ്വത്തിനും സൗകര്യമില്ല. അനിൽ വിളയിൽ. കൃഷ്ണരാജ്, ഒരു മലയാളി എന്ന രീതിയിൽ തലകുനിച്ചു പോകുന്ന പ്രതികരണങ്ങളാണ് ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ തോന്നിയത്. കാരണം എത്രമാത്രം ദുരിതപൂർണമാണ് ശബരിമലയുടെ തീർത്ഥാടനത്തിന്റെ ആദ്യ ദിനം. ഞാൻ നമ്മുടെ അരുൺ കൊടുങ്ങൂരിനോടൊപ്പം ഇന്ന് രാവിലെ ഈ ശബരിമലയിൽ ഉണ്ടായിരുന്നു. എന്റെയും ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാന് ഏകദേശം ഇന്നലെ വൈകിട്ട് 8 മണിക്ക് പമ്പയിൽ നിന്ന് ഇരുമുടിക്കെട്ടില്ലാതാണ് ഞാൻ പോയത്. ഇടയ്ക്കൂടൊക്കെ നുഴഞ്ഞു കയറി പോയിട്ടും ഞാൻ വെളുപ്പിനെ 2 മണിക്കാണ് സന്നിധാനത്ത് എത്തിച്ചേർന്നത്. ആ രാത്രിയിൽ, പാതിരാത്രിയിൽ പോലും ഇത്രമാത്രം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചു എങ്കിൽ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർത്തിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം കൊടും പീഡനമാണ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, തല കുനിച്ചു പോവുകയാണ് മലയാളി എന്ന രീതിയിൽ ഇവരുടെയൊക്കെ മുമ്പാകെ. ദയവായി ഈ അയ്യപ്പ ഭക്തന്മാർ ക്ഷമിക്കണമേ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് തിരികെ വരാം. പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പ്രശാന്തിൽ നിന്ന് ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റി എന്ന് മാത്രമേ നമുക്ക് പ്രശാന്തിൽ നിന്ന് ജയകുമാറിലേക്കുള്ള മാറ്റത്തിനെ കാണാൻ സാധിക്കുകയുള്ളൂ. കുറച്ചുകൂടെ കടുപ്പിച്ച് പറയുകയാണെങ്കിൽ പ്രശാന്തിന്റെ കാലിൽ ഉണ്ടായിരുന്ന മന്തിനേക്കാൾ വലിയ മന്തുവായിട്ടാണ് ശ്രീ ജയകുമാർ അധികാരമേറ്റതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നാണ് ശബരിമല തുറക്കുന്നതെന്ന വിവരം ഇന്നലെ അറിഞ്ഞ രീതിയിലാണ് ദേവസ്വം ബോർഡും സർക്കാരും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. കാരണം ഞാൻ നടന്നു വന്ന പാതയിൽ കൂടിയൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം പീച്ചിയിൽ നിന്ന് വന്ന നമ്മുടെ അതിഥിയായിട്ടുള്ള അമ്മ പറഞ്ഞതുപോലെ കുടിവെള്ളമില്ല, ശൗചാലയമില്ല, യാതൊരു വിധമായ സൗകര്യവുമില്ല. വേണമെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. എന്തിനാണ് ഇവർക്ക് കുടിവെള്ളം കിട്ടിയാൽ മാത്രം മതിയല്ലോ ഇവർക്ക് മൂത്രപ്പുരയുടെ ആവശ്യം? ഇവർക്ക് ഏതെങ്കിലും ആഹാരം കഴിച്ചാൽ മാത്രം മതിയല്ലോ ഇവർക്ക് ശൗചാലയത്തിന്റെ ആവശ്യം എന്നായിരിക്കും നാളെ നമ്മുടെ വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രി പൊങ്കവന്മാർ നിരത്താൻ പോകുന്ന മണ്ടൻ വ്യാഖ്യാനങ്ങൾ. കാരണം വെള്ളം കുടിച്ചാലല്ലേ മൂത്രം ഒഴിക്കേണ്ടി വരികയുള്ളൂ, ആഹാരം കഴിച്ചാൽ മാത്രമല്ലേ ശൗചാലയം വേണ്ടി വരികയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള മണ്ടൻ ബുദ്ധി പറയാൻ കഴിവും പ്രാപ്തിയുമുള്ള വ്യക്തികളാണ് ഇപ്പോൾ ദേവസ്വത്തിനെ ഭരിക്കുന്ന മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിമല എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമായിട്ടുള്ള വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ആ തീർത്ഥാടന കേന്ദ്രത്തിന് അതിൻ്റെതായ പരിമിതികൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ ഇതിനെയൊക്കെ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു ഹോംവർക്ക് ചെയ്തുകൊണ്ട് മുൻ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി കൃത്യമായി പഠനം നടത്തിക്കൊണ്ട് ഒരു മുന്നൊരുക്കം നടത്താൻ സാധിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. നമുക്കറിയാം, ശബരിമലയിലെ കഴിഞ്ഞ വർഷം ഏകദേശം ഈ മണ്ഡലകാലത്ത് തന്നെ ദർശനം നടത്തിയ അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം 53.09 ലക്ഷമായിരുന്നു എന്നാണ് ദേവസ്വം ബോർഡിന്റെ തന്നെ ഔദ്യോഗികമായ കണക്ക്. ഇത് ചിലപ്പോൾ വെർച്വൽ ക്യൂവിൽ നിന്ന് എടുത്തിട്ടുള്ള കണക്ക് മാത്രമായിരിക്കാം. തീർച്ചയായിട്ടും വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാതെയും അല്ലെങ്കിൽ അതിന്റെ വളഞ്ഞ മാർഗത്തിൽ കൂടി ശബരിമലയിലേക്ക് പോകുന്ന ധാരാളം വ്യക്തികളുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 60 ലക്ഷത്തോളം ആൾക്കാർ ശബരിമലയിലെ കഴിഞ്ഞ ഒരു മണ്ഡലകാലത്ത് മാത്രമായി ദർശനം നടത്തിയതായിട്ട് കാണാൻ സാധിക്കും. ബാക്കി ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു വനത്തിന്റെ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമായതുകൊണ്ട് അവിടെ എത്തുന്ന ഭക്തന്മാർക്ക് ആവശ്യമായ ധാരാളം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് സർക്കാരിനും പൊതുജനങ്ങൾക്കും എല്ലാം അറിയാം. പക്ഷെ അവർ ചെയ്യത്തില്ല. കാരണം ശബരിമലയുടെ ചൈതന്യം ഇല്ലാതാക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കേരളത്തിലെ ഇടതു മുന്നണിക്കും CPM-നും ഈ CPM-കാരാൽ നിയമിക്കപ്പെട്ടിട്ടുള്ള ദേവസ്വം ബോർഡിനുമുള്ളത്. അപ്രകാരമുള്ള ചൈതന്യം തല്ലിക്കെടുത്തിക്കൊണ്ട് ഈ സനാതന സംസ്കാരത്തെ ഇല്ലാതാക്കണമെന്നുള്ള ലക്ഷ്യം ഇവർക്കുണ്ട് എന്നുള്ളതിന്റെ ഒരു ചെറിയ പതിപ്പാണ് വൃശ്ചിക മാസമായിട്ടുള്ള വൃശ്ചികം 1-ാം തീയതിയായി ഇന്ന് ശബരിമലയിൽ കണ്ടത്. അവിടെ ഇത് മാത്രമല്ല, അവിടെ കണ്ടിട്ടുള്ള വീഴ്ചകൾ ധാരാളമാണ്. ഇന്നലെ രാത്രിയില് മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ വിരിവെച്ചല്ല അയ്യപ്പ ഭക്തന്മാർ കിടക്കുന്നത്, വെറും റോഡിൽ നിലത്ത് കിടക്കുകയാണ്. ചില പ്രായമുള്ള വ്യക്തികൾ നമുക്കറിയാം, അവർക്കൊക്കെ മൂത്രം കൂടുതൽ സമയം നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കില്ല. അതിന്റെ അരികിലോട്ട് നീങ്ങി ആൾക്കാർ അയ്യപ്പ ഭക്തന്മാര് ആ വെറും തറയിൽ കിടക്കുന്നതിന് സമീപത്ത് മൂത്രമൊഴിക്കുന്ന ദയനീയമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. ഞാൻ കണ്ട ഒരു കാഴ്ച കൂടിയുണ്ട്.
ഒരു പാമ്പ് ഇഴഞ്ഞു വരുന്ന ഒരു കാഴ്ചയെ ഞാൻ കണ്ടു ഇതിന്റെ ഇടയിലേക്ക്. ഇതൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആംബുലൻസുകൾ ഓടുന്ന ശബ്ദവും കേൾക്കാം. കാരണം എന്താണ്? ഇത്രയും മണിക്കൂറുകൾ വെള്ളം കുടിക്കാതെ, ഒരു ബിസ്ക്കറ്റ് പോലും കഴിക്കാതെ ഈ മണിക്കൂറുകൾ നീണ്ട ഈ ദുരിതം പേറിക്കഴിഞ്ഞ് ചില ഭക്തന്മാർ കുഴഞ്ഞു വീഴുന്നു. ഇവരെ എടുത്തുകൊണ്ടു പോകാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രപതിയെ കൊണ്ടുപോയ തരത്തിലുള്ള ഥാർ ജീപ്പുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും ശബ്ദവും ശബരിമലയില് അയ്യപ്പന്റെ ശബ്ദത്താൽ, അല്ലെങ്കിൽ സ്വാമി ശരണം വിളി എന്ന ശബ്ദത്താൽ മുഖരിതമാകേണ്ട ആ ശബരിമല പാതകളിലൊക്കെ ആംബുലൻസിന്റെ ശബ്ദം കേൾക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ശബരിമല സന്ദർശനത്തിന്റെ ഏറ്റവും തീഷ്ണമായ മുഖം. ശബരിമലയില് ഈ സ്വാമി ശരണം വിളി അല്ല ഇന്ന് വഴിത്താരകളിൽ കേൾക്കുന്നത് ആംബുലൻസിന്റെ ശബ്ദം. കാരണം നൂറുകണക്കിന് ആൾക്കാരാണ് കുഴഞ്ഞു വീഴുന്നത്, വെള്ളം കുടിക്കാനൊക്കാതെ, വിശ്രമമില്ലാത്തത് കൊണ്ട്. നമുക്ക് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന സ്ത്രീലിംഗത്തിലുള്ള ആൾക്കാരെ നോക്കുകയാണെങ്കിൽ രണ്ട് കാര്യം നമുക്ക് കാണാനാകും. തീരെ കൊച്ചുകുട്ടികളും ഏറ്റവും മുതിർന്ന വ്യക്തികളുമായിട്ടുള്ള അമ്മമാരുമാണ് വരുന്നത്. ഈ രണ്ട് വിഭാഗത്തിനെ സംബന്ധിച്ച് ശാരീരികമായ പരിമിതികളുണ്ട്. പ്രായമുള്ള 50 വയസ്സിന് മുകളിലുള്ള അമ്മമാര് ആഹാരം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ശൗചാലയത്തിൽ പോകാതെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകള് ഈ വാസവന്റെയും ഈ ജയകുമാറിന്റെയും ഒക്കെ കണ്ണിൽ എന്താണ്? ഇവരുടെ വീട്ടിലും അമ്മമാരില്ലേ? ഇവരുടെ വീട്ടിലും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇല്ലേ? ഇവരാണ് ഇത്തരത്തിലുള്ള ക്യൂവിൽ. ഇവർക്കൊന്നും നിൽക്കേണ്ടി വരത്തില്ല. ഇവർക്കൊക്കെ ശരിയാണ്. ഇവരുടെയൊക്കെ കണ്ണ് കാണിക്ക വഞ്ചിയിലേക്കാണ്. ഇവർക്കൊക്കെയും പണവും സ്വർണവും മതി. ഈ വരുന്ന പാവങ്ങളെ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കേണ്ടതിനെ കുറിച്ച് ഒരു ബോധ്യവുമില്ല. അത് ബോധപൂർവം ചെയ്യുന്നതുമാണ്.